വെറും PPF ഇതും കൊണ്ട് ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ സാറേ നല്ല കഴിവുള്ള പിള്ളേരുണ്ട് ഈ നാട്ടില്. വെറും ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോ പോലെ തന്നെ അമേരിക്കക്കാരനും അല്ലെങ്കിൽ അവിടെ ഇരിക്കണവന്മാർ ഉണ്ടാക്കുന്ന പോലെ നല്ല അന്തസ് പോലെ വണ്ടി ചെയ്യുന്ന പിള്ളേരുണ്ട് ഇവിടെ. ഇവിടെ ആരും ഇന്ന് സപ്പോർട്ട് ചെയ്യില്ല. ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ, ഇവൻ ഉൾപ്പെടുന്ന ആൾക്കാർ ആദ്യമേ പറക്കുന്നുണ്ട് 7-10 ഞങ്ങൾക്കിട്ട് കൊള്ളും, ഞങ്ങളെ പോലീസ് പിടിക്കും, കസ്റ്റംസ് പിടിക്കും, അല്ലെങ്കിൽ MVD പിടിക്കും, ഇതെല്ലാം ഞാൻ സഹിച്ച് ഞങ്ങൾ നിൽക്കും. പക്ഷെ ഒരു 10 വർഷം കഴിയട്ടെ, ഇവിടെ വരാൻ പോണ മാറ്റം എന്താന്ന് നോക്കിയോ. ഇവിടുന്ന് എത്ര എംപ്ലോയീസ് ഈ ഒരു ഫീൽഡിൽ നിന്നുണ്ടാവും നോക്കിയോ, എത്ര പ്രൊഡക്ട്സ് ഇവിടുന്ന് മാനുഫാക്ചർ പുറത്തോട്ട് പോയി നോക്കിയോ. ഇപ്പൊ കളിയാക്കുന്നവരും ചിരിക്കുന്നവരും നിങ്ങൾ അവിടെ നോക്കി വെച്ചോ. ദിസ് ഇസ് ഗോണ ചേഞ്ച്. ലോകത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയാൻ പാടാത്തതുകൊണ്ടാ നമ്മളിവിടെ ഒന്നും. ഒരു സിമ്പിൾ കാര്യം പറയാം, ഇവിടെ ഞാൻ പേര് പറയുന്നത് ചിലപ്പോ പല സോഷ്യൽ മീഡിയക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പല ബ്രാൻഡ്സും പലവരും പലവരുടെ വീടിന്റെ മുറ്റത്തും അവിടെ എല്ലാം ഇട്ടാണ് പല മോഡിഫിക്കേഷനും ചെയ്യുന്നത്, പല ബോഡി കിറ്റ് ഉണ്ടാക്കുന്നത്, പല കസ്റ്റമൈസേഷൻ ചെയ്യുന്നത്. സാറേ ഞാൻ ചുമ്മാ പറയല്ലേ, ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇന്ന് പല ആൾക്കാരും കേരളത്തിലോട്ട് വണ്ടി വിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇത് ഇന്നല്ലേ നാളെ ഓർഗനൈസ്ഡ് ആവും. കാര്യം ഇന്നത്തെ ഗവൺമെന്റിന്റെ റൂൾസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാർ, ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന 100 പേരുടെ കയ്യിലിരിക്കുന്ന പഴയ വാഹനം നമുക്ക് ഇന്ന് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പുതിയ വാഹനം വാങ്ങിക്കുന്നതിനെ കുറിച്ച് കുറച്ച് ചിന്ത കുറയും. അങ്ങനെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ചിന്ത കുറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യയിലെ 3-4 വൻകിട കമ്പനികളുടെ ടേൺ ഓവർ തന്നെയാണ് കുറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ പബ്ലിക് ബെനിഫിറ്റ്. ഇത് പല ആൾക്കാരുടെ പോക്കറ്റ് ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമമാണ്. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? യു കനോട്ട് കസ്റ്റമൈസ് ഇറ്റ്. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ആർക്ക് വേണ്ടി? ഇത് ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്? സാറെ, പുറം രാജ്യങ്ങളിലെല്ലാം പല പല സ്ഥാപനങ്ങളും പല ഏരിയകൾ പറയുന്നത് യുനോ പല എന്താ ഈ പേരുകൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നല്ല സിവിയർ ഡിസ്ലെക്സിക് ഉള്ള ആളാണ്. പല സ്ഥലങ്ങളും അറിയപ്പെടുന്ന അവിടെ കസ്റ്റമൈസേഷൻ ഉണ്ടാ. ഇന്ന് വണ്ടികൾ മോഡിഫൈ ചെയ്യാൻ പാടുന്ന ആർക്ക് വേണ്ടി? ബിക്കോസ് നിങ്ങളുടെ വാഹനങ്ങൾ ഇന്നുള്ള മോസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് പുറത്ത് വാങ്ങിക്കുന്ന പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയും. യു വിൽ സ്റ്റാർട്ട് യൂസിങ് യുവർ ഓൾഡ് വെഹിക്കിൾ. ആ ഓൾഡ് വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയ പല ആൾക്കാരുടെ ടേൺ ഓവർ കുറയും. ദിസ് ഈസ് പ്യൂർലി മാൻ മെയ്ഡ് റൂൾ, പ്യൂർലി ടു സപ്പോർട്ട് കോർപ്പറേറ്റ്സ്. ഇതൊക്കെ മാറും. ഇതല്ല ഇന്നല്ല നാളെ ഇതെല്ലാം മാറും. യു വെയിറ്റ് ആൻഡ് സീ. ഇന്ന് തുടങ്ങിയവർക്ക് ദേ ഗോണ മേക്ക് ഇറ്റ് ബിഗ്. നാളെ തുടങ്ങാനിരിക്കുന്നവരും ഉറപ്പായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ഡോണ്ട് ഗിവ് അപ്പ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഗിവ് അപ്പ് ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കാനുള്ളതല്ല. യെസ്, യു വിൽ ബി ഫയർഡ്, യു വിൽ ബി കിക്ഡ്, you will be trolled. Don't give up. Thank you so much and wish you all the best.